السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. رزانة ഭാഗം 26. ومن على سوء خلق كان شيمته فلم دواء طبيب داءه يفيدي وحلل البر لا يحلو ولو لبن في أصله صب بالميزاب من شهدي. വമൻ ഒരു കൂട്ടർ അലാ സൂഇ ഖുലുഖിൻ ചീത്ത സ്വഭാവമുള്ള ഒരു കൂട്ടർ കാന ശീമത്തുഹു അവരുടെ പ്രകൃതിയായിരിക്കുന്നു. ഫലം ദവാഉ ത്വബീബി അപ്പോൾ ഒരു ഡോക്ടറുടെ മരുന്നും അവനിക്ക് ഫലം ചെയ്യുന്നതല്ല. വഹല്ലലുൽ ബർരി ലാ യഹ്ലു വലൗ ലബനുൻ ഫീ അസ്ലിഹി സുബ്ബ ബിൽ മീസാബി മിൻ ശുഹദി. വഹല്ലലുൽ ബർരി കരയിലുള്ള ആട്ടങ്ങപ്പഴം ലാ യഹ്ലു അത് മധുരിക്കുന്നതല്ല. വലൗ ലബിനുൻ പാലിനെ ചൊരിക്കപ്പെട്ടാലും ഫീ അസ്ലിഹി ആട്ടങ്ങവള്ളിയുടെ മുരട്ടിൽ പാല് ഒഴിച്ചാലും അത് മധുരിക്കുന്നതല്ലോ. ഫീ അസ്ലിഹി ആട്ടങ്ങവള്ളിയുടെ മുരട്ടിൽ സുബ്ബബിൽ മീസാബി പാത്തിയിലൂടെ ചൊരിക്കപ്പെട്ടു മിൻ ശുഹദി തേനിനാലുള്ളത് അതങ്ങനെ ചൊരിക്കപ്പെട്ടാലും അത് മധുരിക്കുകയില്ല. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പ്രകൃത സ്വഭാവമുള്ളവനെ എത്ര ഉപദേശിച്ചാലും അവൻ്റെ ചീത്ത സ്വഭാവം മാറ്റില്ല. ഉപദേശം അവന് ഫലം ചെയ്യൂല. ആട്ടങ്ങവള്ളിയുടെ മുരട്ടിൽ തേനും പാലും കൂട്ടിച്ചേർത്ത് ഒഴിച്ചാലും അതിൻ്റെ പഴം മധുരമുണ്ടാവുകയില്ലല്ലോ, കയ്പ് തന്നെയല്ലേ ഉണ്ടായിരിക്കുക. പ്രകൃത സ്വഭാവം മാറാൻ പ്രയാസമാണെന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ. നാം സൽസ്വഭാവിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സിഹ്ഹത വൽ ഇഫ്ഫത വൽ അമാനത വഹുസ്നൽ ഖുൽഖി വർ-റളാ വൽ-ജിലാ ബിൽ ഖദരി. അല്ലാഹുവേ, തീർച്ചയായും ഞാൻ നിന്നോട് ആരോഗ്യവും ചാരിത്ര ശുദ്ധിയും വിശ്വസ്തതയും സൽസ്വഭാവവും വിധിയിൽ തൃപ്തിപ്പെടലും ചോദിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കണം. നല്ല സ്വഭാവമുള്ളവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. നല്ല സ്വഭാവികളിൽ അല്ലാഹു നമ്മളെ വളർത്തി തരട്ടെ. നമുക്ക് അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. അല്ലാഹു റാഹത്ത് നൽകട്ടെ. ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയൊക്കെ നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.